ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നതാണ്. നമ്മുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് നടത്തുന്ന സമയത്തും ATM മെഷീനിൽ നിന്നും നമ്മൾ ക്യാഷ് പിൻവലിക്കുന്ന സമയത്തും ഒക്കെയാണ് നമുക്ക് ഈ റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നത്. നമ്മൾ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും നമുക്ക് ഇതുപോലെ റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നതാണ്. ഈ റിവാർഡ് പോയിന്റുകൾ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡറൽ റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലിങ്ക് വഴി ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള റിവാർഡ് പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ DTH തുടങ്ങിയവ റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനുള്ള ഗിഫ്റ്റ് വൗച്ചറുകളായിട്ടും നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റുകളെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഫെഡറൽ ബാങ്ക് റിവാർഡ് പോയിന്റുകൾ എങ്ങനെയാണ് റെഡീം ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫെഡറൽ ബാങ്ക് റിവാർഡ് പോയിന്റുകൾ നമ്മൾ റെഡീം ചെയ്യുന്നതിന് വേണ്ടി ഫെഡറൽ റിവാർഡ്സ് എന്നുള്ള വെബ്സൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ആദ്യം നമ്മുടെ ഫോണിലുള്ള ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അവിടെ സെർച്ച് ബാറിൽ ഫെഡറൽ റിവാർഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള റിസൾട്ടുകളിൽ നിന്നും ഒന്നാമത്തെ ഫെഡറൽ റിവാർഡ്സ് എന്നുള്ളത് കാണാം. അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫെഡറൽ റിവാർഡ്സ് സൈറ്റ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. ആ ഒരു സൈറ്റ് ഓപ്പൺ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ഈ ആളുടെ സിമ്പിൾ ഉണ്ട്, അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലോഗിൻ പേജ് ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ വന്നിട്ടുള്ളത് റെസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ പുറത്തുള്ളവർ അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം അടുത്ത കോളത്തിൽ വരുന്നത് കസ്റ്റമർ ID, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് നമ്പർ എന്നുള്ളതാണ്. ഈ മൂന്ന് ഓപ്ഷൻസിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതോടുകൂടെ നമുക്ക് താഴെ ഇതുപോലെ സ്കാൻ കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ആക്റ്റീവായി വന്നിട്ടുണ്ടാവും. ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് ഇതുപോലെ സ്കാൻ ചെയ്ത് എൻ്റർ ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നമ്മുടെ കാർഡ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ബാങ്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബാങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ വരുന്നത് ഇമെയിൽ ID എന്നുള്ളതാണ്. അത് ഓപ്ഷണലാണ്, നമ്മൾ അതിൽ എൻ്റർ ചെയ്യേണ്ടതില്ല. മൊബൈൽ നമ്പറോ ഇമെയിൽ ID ഏതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതിനടുത്ത കോളത്തിൽ വരുന്നത് ക്യാപ്ച എന്നുള്ളതാണ്. ആ ഒരു കോഡ് നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു കോഡ് നമ്പർ വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റീട്രൈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ കോഡ് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു കോഡ് കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ലോഗിൻ എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ OTP വെരിഫിക്കേഷൻ പേജിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ടായിരിക്കും. എൻ്റർ OTP എന്നുള്ള ഈ ഭാഗത്ത് നമ്മുടെ മൊബൈലിലോട്ട് ലഭിച്ചിട്ടുള്ള ആ ഒരു OTP നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ OTP നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയുള്ള വാലിഡേറ്റ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ആ ഒരു ഹോം പേജ് നമുക്ക് ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. മെയിൻ ഇൻ്റർഫേസിൽ വരുന്നത് ക്വിക്ക് റീചാർജ് എന്നുള്ള ഓപ്ഷനാണ്. മൊബൈൽ, DTH തുടങ്ങിയവ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൗച്ചറുകളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പോലുള്ള വൗച്ചറുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ചെയ്യേണ്ടത് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു 3 ലൈനിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലഭിച്ചുള്ള പോയിന്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പോയിന്റ്സ് എന്നുള്ളതിൽ 418 പോയിന്റാണ് എനിക്ക് ലഭിച്ചുള്ളത്. ഇതിൽ ഒരു പോയിന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. അപ്പോൾ 104 രൂപ 50 പൈസയാണ് എൻ്റെ റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഓവർവ്യൂ എന്നുള്ള ഈ ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാർഡിനും നമുക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകൾ എത്രയാണെന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓരോ ATM കാർഡിൻ്റെയും കാറ്റഗറി അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പോയിന്റുകളാണ് ലഭിക്കുക. ഓരോ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിനും എത്ര പോയിന്റുകളാണ് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒരു ഹോം പേജിലോട്ട് തന്നെ വന്നതിന് ശേഷം നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളൊരു മൊബൈൽ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ റീചാർജ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ഓപ്പറേറ്റർ എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ഓപ്പറേറ്റർ ഏതാണെന്നുള്ളത് നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് സർക്കിൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കേരള സർക്കിൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ നമ്മൾ എമൗണ്ട് എന്നുള്ളതാണ്. അതിൽ വ്യൂ പ്ലാൻ എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് പ്ലാനുകൾ ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യേണ്ട പ്ലാന് നമ്മൾ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലാന് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നമ്മൾ റീചാർജ് കൊടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടെ കാണാനായിട്ട് സാധിക്കും. അവിടെ താഴെയായിട്ട് പ്രൊസീഡ് എന്നുള്ളൊരു ബട്ടൺ കാണാം. നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഓർഡർ സമ്മറി എന്നുള്ളതിലാണ് നമ്മുടെ പ്ലാന് ഡീറ്റെയിൽസ്, നമ്മൾ റീചാർജ് കൊടുത്ത പ്ലാന് ടോട്ടൽ 749 രൂപ എന്നുള്ളത്. അതിൻ്റെ കൂടെ പ്രോസസ്സിംഗ് ഫീ ഒരു 10 രൂപ കാണാം. നമ്മൾ ഓരോ റിഡീം ചെയ്യുന്നതിനും 10 രൂപ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയ റീചാർജുകൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ് 759 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതിലേക്ക് നമ്മുടെ റിവാർഡ് പോയിന്റ് 418 പോയിന്റ് ഉണ്ടായിരുന്നതിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടുള്ളത് 104 രൂപ 50 പൈസ.
ബാലൻസ് ടു ബി പെയ്ഡ് 654.50 എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ 654.50 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു എമൗണ്ട് പേ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കാർഡ് ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ അവിടെ നിന്ന് എൻറ്റർ ചെയ്തുകൊണ്ട് ആ പേയ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കോളത്തിൽ കാർഡ് നമ്പർ എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ATM കാർഡ് നമ്പർ നമ്മളൊന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ നെയിം ഓൺ കാർഡ് എന്നുള്ളതാണ്. അതിൽ നമ്മുടെ കാർഡിലുള്ള നെയിം നമ്മളൊന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ കാർഡിലെ എക്സ്പയറി മന്ത്, കാർഡിലെ എക്സ്പയറി ഇയർ തുടങ്ങിയ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനടുത്ത ഓപ്ഷനിൽ വരുന്നത് CVV നമ്പറാണ്. നമ്മുടെ ATM കാർഡിൻ്റെ CVV നമ്പർ, ബാക്കിലുള്ള 3 കോഡ് കൂടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. തുടങ്ങിയ നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളവിടെ കറക്റ്റായിട്ടൊന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP ഹാസ് ബീൻ സെൻഡ് ടു ദി രജിസ്റ്റേർഡ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലോട്ട് നമുക്കൊരു OTP വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെയിലിലോട്ട് OTP വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ OTP എന്നുള്ള ഈ കോളത്തിൽ നമ്മുടെ മൊബൈലിലേക്ക് ലഭിച്ചിട്ടുള്ള ഒരു OTP കോഡ് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഈ കൺഫേം എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വി ആർ പ്രോസസ്സിംഗ് യുവർ പേയ്മെൻറ്റ്, ഡോണ്ട് ക്ലിക്ക് ഓൺ റിഫ്രഷ് ബട്ടൺ ഓർ ക്ലോസ് ദി വിൻഡോ. OTP സെൻഡ് ടു മൊബൈൽ നമ്പർ. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ലഭിച്ചുള്ള ഒരു OTP നമ്പർ ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ബട്ടണിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. റിക്വസ്റ്റ് ഈസ് പ്രോസസ്സിംഗ് സക്സസ്. അപ്പോൾ നമ്മുടെ റീചാർജ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹെൽപ്പ് അസ് ടു സെർവ് യു ബെറ്റർ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ റിവ്യൂ നൽകാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു റിവ്യൂ അവിടെ നൽകിയിട്ട് സെൻഡ് ഫീഡ്ബാക്ക് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക വിൻഡോ. ശേഷം നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ നിന്നും ഓർഡേഴ്സ് എന്നുള്ള ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റീചാർജ് കൊടുത്ത ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും ഇവിടുന്ന് കാണാവുന്നതാണ്. ശേഷം നമുക്ക് വീണ്ടും ഇവിടുന്ന് ആ ഒരു ഹോം പേജിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇ വൗച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ വലത്തോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഒരുപാട് ഇ വൗച്ചേഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് താഴെയിട്ട് നമ്മുടെ പോയിൻറ്റ്സുകൾ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഫ്ലിപ്കാർട്ട് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം അതിൽ നമ്മുടെ റിവാർഡ് പോയിന്റ് നമ്മൾ എത്രയാണ് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. 100, 250, 500, 1000 എന്നിങ്ങനെ എത്ര രൂപയുടെ വൗച്ചറാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് അവിടെ പർച്ചേസ് ചെയ്യാം. അതിന് നേരെ അതിൻ്റെ റിവാർഡ് പോയിന്റ് എത്ര പോയിന്റ് വേണം എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് വൗച്ചർ കൺവേർട്ട് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഫെഡറൽ ബാങ്കിൻ്റെ റിവാർഡ് പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൊബൈൽ റീചാർജുകളും ഗിഫ്റ്റ് വൗച്ചറുകളും വളരെ ഈസി ആയിട്ട് വാങ്ങാവുന്നതാണ്. ഫെഡറൽ ബാങ്ക് റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.